പ്രിയപ്പെട്ട NSS വിദ്യാർത്ഥികളെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഓസോൺ ഡേ സെലിബ്രേഷനിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു സവിശേഷമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ പ്രതിസന്ധിയിലാക്കിയ ഈ കൊറോണ സമയത്ത് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും പരിസ്ഥിതിയെ ഇഷ്ടപ്പെടുന്നവർക്കും സ്വാഭാവിക പരിസ്ഥിതി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ചില ശുഭവർത്തമാനങ്ങൾ ഈ പ്രതിസന്ധി കാലഘട്ടം നമ്മോട് പറയുന്നുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ 6 മാസം ലോകം ലോക്ക്ഡൗണിലായപ്പോൾ നമ്മുടെ അന്തരീക്ഷം അതിൻ്റെ സ്വാഭാവികമായ രൂപത്തിലേക്ക് മാറുന്നതിൻ്റെ സൂചനകൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പഞ്ചാബിലെ ജലന്ധറിൽ നിന്ന് മൈലുകൾക്കപ്പുറത്തുള്ള ഹിമാലയ മലനിരകൾ ദൃശ്യമാവുന്നുവെന്ന് പത്രത്താളുകളിലൂടെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ പറയുന്നു, 100 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ പിതാക്കളോ പിതാമഹന്മാരോ ഓർമ്മകളിലൂടെ പറഞ്ഞിരുന്ന സുന്ദരമായ കാഴ്ചകളാണ് ഈ സമയത്ത് ജലന്ധറിലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത്. ഞാൻ ഓർക്കുകയാണ്, കൊറോണ അല്ലെങ്കിൽ ഈ കാലഘട്ടം പ്രകൃതി സ്വാഭാവികമായി തെരഞ്ഞെടുത്തതായിരിക്കുമോ എന്ന് ഞാൻ ഓർത്തുപോവുകയാണ്. മനുഷ്യൻ നിരന്തരമായി പ്രകൃതിയെ ദ്രോഹിച്ചപ്പോൾ സഹികെട്ട് ഒരു സ്വയം നവീകരണത്തിൻ്റെ പാത പ്രകൃതി തെരഞ്ഞെടുത്തതാണോ ഇങ്ങനെ ഒരു സമയമെന്ന് നമ്മൾ ആലോചിച്ചു പോവുകയാണ്. ഈ സമയത്ത് ഓസോൺ ഡേ ആചരിക്കുമ്പോൾ ഒരുപാട് പുതിയ പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഓസോൺ സംരക്ഷണത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ പോരാട്ടങ്ങൾ പ്രകൃതിയെ നമുക്ക് തിരിച്ചു പിടിക്കാനാവും എന്നുള്ള സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. എന്താണ് ഓസോൺ ഡേയുടെ പിന്നിലുള്ള ചരിത്രം? 1899 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് റെഫ്രിജറേറ്ററുകൾ, ഫ്രിഡ്ജുകൾ ലോകത്ത് വ്യാപകമാവുന്നത്. ആദ്യകാല ഫ്രിഡ്ജുകളിൽ റെഫ്രിജറൻസായി ഉപയോഗിച്ചിരുന്നത് അമോണിയ, സൾഫർ ഡയോക്സൈഡ്, പ്രൊപ്പെയിൻ, മിഥൈൽ ക്ലോറൈഡ് തുടങ്ങിയ സംയുക്തങ്ങളായിരുന്നു. റെഫ്രിജറേറ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം റെഫ്രിജറൻസ് ആണ്. നമ്മുടെ ഫ്രിഡ്ജിയുടെ മൊത്തം സെറ്റപ്പ് ഈ റെഫ്രിജറൻറ്റിനെ ഉപയോഗിച്ചുള്ളതാണ്. ഈ ആദ്യകാല റെഫ്രിജറൻസിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. മിഥൈൽ ക്ലോറൈഡും പ്രൊപ്പൈനും പെട്ടെന്ന് തീപിടിക്കുന്നതായിരുന്നു. അമോണിയയും സൾഫർ ഡയോക്സൈഡും ഒരർത്ഥത്തിൽ വിഷബാധകമാണ്. അതുകൊണ്ട് തന്നെ റെഫ്രിജറേറ്റർ വ്യാപകമായതോടുകൂടി
റെഫ്രിജറേറ്റർ അപകടങ്ങളും വ്യാപകമായി. പല വീടുകളിലും റെഫ്രിജറേറ്ററുകൾ പൊട്ടിത്തെറിച്ച് കുടുംബം ഒന്നടങ്കം മരിക്കുന്ന അവസ്ഥ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയിലെ ക്ലാവ്ലാൻഡ് ഹോസ്പിറ്റലിൽ അവിടുത്തെ ഫ്രീസർ പൊട്ടിത്തെറിച്ച് 120 പേര് മരിച്ചത് അന്താരാഷ്ട്ര മീഡിയകൾ വരെ റിപ്പോർട്ട് ചെയ്തു. റെഫ്രിജറേറ്റർ കമ്പനികൾ വലിയ സമ്മർദ്ദത്തിലായി. ഉൽപാദനം നടത്താൻ പറ്റാതെയായി. ജനങ്ങൾ റെഫ്രിജറേറ്റർ വാങ്ങാതെയായി. ഈ ഒരു സാഹചര്യത്തിലാണ് തോമസ് മിഡ്ഗ്ലെ CFC ക്ലോറോഫ്ലൂറോ കാർബൺ ഒരു സുരക്ഷിത റെഫ്രിജറന്റ് ആണ് എന്ന റിപ്പോർട്ടുമായി വരുന്നത്. ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്ന തോമസ് മിഡ്ഗ്ലെ നിരന്തരമായ പരീക്ഷണങ്ങൾ നടത്തിയാണ് CFC ഒരു നല്ല റെഫ്രിജറന്റ് ആണെന്ന് സ്ഥാപിക്കുന്നത്. CFCയുടെ പ്രത്യേകത നേരത്തെ ഉണ്ടായിരുന്ന റെഫ്രിജറന്റുകളുടെ പോരായ്മകൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, തീ പിടിക്കുക, അത് CFC ചെയ്യാറില്ല. രണ്ടാമത് CFC ഒരു വിഷവാതകമേ അല്ല. 100% സുരക്ഷിതമായ ഒരു റെഫ്രിജറന്റ് ആയിരുന്നു CFC. റെഫ്രിജറന്റ് ഇൻഡസ്ട്രി വലിയൊരു പ്രതിസന്ധി അഭിമുഖീകരിച്ചപ്പോൾ തോമസ് മിഡ്ഗ്ലെ ഈ മോളിക്യൂളുമായി വന്നപ്പോൾ കാലഘട്ടത്തിലെ പലരും പറഞ്ഞു, ഇത് സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ നമുക്ക് സമ്മാനിച്ചതാണ്. തോമസ് മിഡ്ഗ്ലേക്ക് പ്രശസ്തമായ പ്രിസ്ലി അവാർഡ് കൊടുത്ത് ശാസ്ത്രലോകം അദ്ദേഹത്തെ അംഗീകരിച്ചു. CFC ഒരു റെഫ്രിജറന്റായി അംഗീകരിച്ചതോടെ റെഫ്രിജറേറ്റർ ഇൻഡസ്ട്രി തന്നെ ലോകത്ത് പുഷ്കലമായി. ഏകദേശം 500 മില്യൺ ഡോളറിന്റെ ബിസിനസ് ഒരു വർഷം അമേരിക്കയിൽ മാത്രം CFCയുമായി ബന്ധപ്പെട്ട് നടന്നു. 100 മില്യൺ ടൺ CFC ഒരു വർഷം ലോകത്ത് പ്രൊഡ്യൂസ് ചെയ്തു. ഈ സമയത്താണ് ഏകദേശം 1975 പ്രശസ്ത സയന്റിസ്റ്റ് ജെയിംസ് ലവ് അദ്ദേഹത്തിന്റെ ഒരു ശാസ്ത്ര സമ്മേളനത്തിൽ ജെയിംസ് പറഞ്ഞു, ഇതുവരെ ലോകത്ത് ഉൽപ്പാദിപ്പിച്ച CFCകൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ശാസ്ത്ര സമ്മേളനത്തിലെ ഈ പ്രസംഗത്തിലെ ശ്രോതാവായിരുന്നു കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ രസതന്ത്രജ്ഞനായിരുന്ന ഷെർവുഡ് ലോലാൻഡ് ജെയിംസിന്റെ ഈ കണ്ടുപിടുത്തത്തിന്റെ പിന്നാലെ കൂടി അദ്ദേഹവും അദ്ദേഹത്തിന്റെ PhD സ്റ്റുഡൻസും ബലൂണുകളിലും സാറ്റലൈറ്റുകളിലും ഘടിപ്പിച്ച ചില പ്രത്യേക നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ട്രോപ്പോസ്ഫിയറിലെയും സ്ട്രാറ്റോസ്ഫിയറിലെയും CFCയുടെ അളവ് പരിശോധിച്ചു. വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഷെർവുഡ് ലോലാൻഡ് കണ്ടെത്തിയത്. സ്ട്രാറ്റോസ്ഫിയറിലേക്ക് എത്തുന്ന CFC, അതായത് നമ്മുടെ റെഫ്രിജറേറ്ററുകളിൽ നിന്നും ഫ്രീസറുകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റു ചില സ്പ്രേയിലും ഒക്കെ ഉപയോഗിക്കുന്ന CFCകൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് അന്തരീക്ഷത്തിൽ കുറെ കാലം കഴിഞ്ഞ് വായുവിന്റെ മർദ്ദത്താൽ സ്ട്രാറ്റോസ്ഫിയറുകളിൽ എത്തുകയും സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് അൾട്രാ വയലറ്റ് രശ്മികളെ സ്വീകരിച്ച് അവിടെ വിഘടിച്ച് ക്ലോറിൻ റാഡിക്കലായി മാറുകയും ഈ ക്ലോറിൻ റാഡിക്കൽ ഓസോണിന്റെ മോളിക്യൂളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പുതിയ ചില ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഈ രാസപ്രവർത്തനത്തിന്റെ ഫലമായി ഓസോണിന്റെ സാന്ദ്രത സ്ട്രാറ്റോസ്ഫിയറിൽ അപായമാം വിധം കുറയുന്നത് ലോലാൻഡ് നിരീക്ഷിച്ചു. അദ്ദേഹം ഈ കണ്ടുപിടുത്തം പ്രസിദ്ധം ചെയ്തു.
പക്ഷേ ഇൻഡസ്ട്രിയിൽ നിന്ന് പ്രത്യേകിച്ച് റെഫ്രിജറേറ്റർ ഇൻഡസ്ട്രിയിൽ നിന്ന് വലിയ സമ്മർദ്ദങ്ങൾ ഏർപ്പെട്ടു. അദ്ദേഹത്തെ ഒരുവേള ബഹിഷ്കരിക്കാനും അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ ഫണ്ടിങ് തടയാനുമൊക്കെ അവർ ശ്രമിച്ചു. ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. അതിനു മുമ്പ് അമേരിക്കയിലെ വളരെ പ്രശസ്തനായ ഒരു രസതന്ത്രജ്ഞനായിരുന്ന ലോലാൻഡിനെ പിന്നീട് പ്രസംഗിക്കാനോ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനോ വിളിക്കാത്ത അവസ്ഥ വരെ ഉണ്ടായി. കാലം പിന്നെയും കടന്നുപോയപ്പോഴാണ് ബ്രിട്ടീഷ് അന്റാർട്ടിക്ക സർവേ ടീമിന്റെ ലീഡർ ജോസഫ് ചാൾസ് ഫാർമാൻ അന്റാർട്ടിക്കയിൽ ഓസോണിന്റെ സാന്നിധ്യത്തിൽ 40% വരെ കുറവുണ്ടായത് കണ്ടെത്തുന്നത്. ഇത് ശാസ്ത്രലോകത്തിന് വലിയ ഞെട്ടലുണ്ടാക്കി. വലിയ ചർച്ചകൾ വന്നു. 1987 UN ഇടപെട്ട് ജനീവയില് മോൺട്രിയോ പ്രോട്ടോക്കോളിൽ 46 രാജ്യങ്ങൾ ഒപ്പുവെച്ച ഒരു കരാർ വന്നു. അതായത് 50 വർഷത്തിനകത്ത് ഓസോണിനെ നശിപ്പിക്കുന്ന CFCയെ പൂർണ്ണമായും അന്തരീക്ഷത്തിൽ നിന്ന് ഇല്ലാതാക്കുമെന്നാണ് ആ കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ പ്രതിജ്ഞ എടുത്തത്. ഇതിന്റെ ഫലമായി ഇന്ന് CFC പല രാജ്യങ്ങളിലും ബാൻ ചെയ്തിരിക്കുകയാണ്. പുതിയ ആൾട്ടർനേറ്റീവ് റെഫ്രിജറന്റുകൾ കണ്ടെത്തി. ഓസോണിൽ സംഭവിച്ചിരിക്കുന്ന മുറിവുകൾ മെല്ലെ മെല്ലെ പരിഹരിക്കപ്പെട്ടു, ഉണക്കപ്പെടുന്ന അവസ്ഥ ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇതൊരു പ്രതീക്ഷയാണ്. മനുഷ്യർ തിരിഞ്ഞു നടന്നാൽ നമ്മുടെ പ്രകൃതിയിൽ നമ്മൾ ഉണ്ടാക്കിയ മുറിവുകളെ ഉണക്കപ്പെടാൻ സാധിക്കുമെന്നും പഴയ പ്രകൃതിയെ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നാണ് ഓസോൺ ഡേ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ സന്ദേശമാണ് ഓരോ ഓസോൺ ഡേയും നമുക്ക് നൽകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ ദീർഘമായി സംസാരിക്കുകയല്ല. നിങ്ങളൊക്കെ നാളെയുടെ പ്രതീക്ഷകളാണ്. നമ്മുടെ പ്രകൃതി ഒരു വലിയ മലിനീകരണ മുഖത്താണ് ഇപ്പോഴുള്ളത്. ഏറ്റവും വലിയ മലിനീകരണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് പ്ലാസ്റ്റിക്കിന്റെ മാലിന്യമാണ്. ഒരുപാട് ഉപയോഗമുള്ള പ്ലാസ്റ്റിക് പക്ഷെ അതിലേറെ ഒരു ദുരന്തമായി മാറുകയാണ്. എങ്ങനെ ഈ മലിനീകരണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം? രണ്ട് കാര്യങ്ങളാണ് ഞാൻ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഒരു പ്രകൃതി സൗഹൃദ ജീവിത രീതി നമ്മൾ സ്വയം പരിശീലിക്കുക എന്നുള്ളതാണ്. ഞാനൊരു ചോദ്യം ചോദിച്ചു നിങ്ങളെ ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നിങ്ങളിൽ എത്ര പേര് മീനോ മാംസ്യമോ പച്ചക്കറിയോ വാങ്ങാൻ പോകുമ്പോൾ ഒരു സഞ്ചി കയ്യിൽ കരുതാറുണ്ട്? നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ 40% ഒറ്റത്തവണ ഉപയോഗിക്കുന്ന കവറുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മളെല്ലാവരും ഉപയോഗിക്കാതിരുന്നാൽ നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ ഭൂമിയെ, നമ്മുടെ അന്തരീക്ഷത്തെ നമുക്ക് നാളേക്ക് വേണ്ടി സംരക്ഷിക്കാനാവും. അതുകൊണ്ട് ഈ ഓസോൺ ഡേയിൽ നിങ്ങൾ ഒരു പ്രതിജ്ഞ ചെയ്യുക. നാളെ മുതൽ നമ്മൾ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഒരു തുണി സഞ്ചി നമ്മൾ കയ്യിൽ കരുതുമെന്നുള്ളത്. രണ്ടാമത്തത്, നിങ്ങളിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. ആൾട്ടർനേറ്റീവ് ഓസോണിനെ നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ ഇന്ന് മലിനീകരണത്തിന് കാരണമാവുന്ന പല ഉൽപ്പന്നങ്ങൾക്കും പ്രകൃതി സൗഹൃദമായ ആൾട്ടർനേറ്റീവുകളുണ്ട്. ഇത് നമ്മുടെ ലബോറട്ടറികളിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ലബോറട്ടറികളിൽ കണ്ടുപിടിക്കേണ്ട മസ്തിഷ്കം നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായി പഠിച്ചുയർന്ന് ഉന്നതമായ ലബോറട്ടറികളിൽ സേവനം ചെയ്ത് നാളെ ഈ രാജ്യത്തെയും ഈ സമൂഹത്തെയും ഈ പ്രകൃതിയെയും ഈ പ്രപഞ്ചത്തെ തന്നെ മലിനീകരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ സമൂഹത്തിന് സംഭാവന ചെയ്യുന്ന നാളെയുടെ മനുഷ്യരായി, സയന്റിസ്റ്റുമാരായി നിങ്ങളെല്ലാവരും മാറട്ടെ. അതിനുവേണ്ടി നിങ്ങൾ പഠിക്കുക, അധ്വാനിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദിയും സന്തോഷങ്ങളും അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്.